തൻ്റെ സുഹൃത്ത് പ്രിയയെ സഹായിക്കാൻ വേണ്ടി അനുജ് കുമാരി ഒരു വഴി കണ്ടെത്തി. തൻ്റെ കസിനായ അജേന്ദ്രുമായി പ്രിയയുടെ വിവാഹം നടത്തി. പക്ഷേ അത് വലിയൊരു ചതിക്കുഴിയായിരുന്നു. 2008 നവംബർ 11 ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന നഗരം തണുത്തു ഉറഞ്ഞു ഒരു പ്രഭാതത്തിലേക്ക് ഉണരുകയായിരുന്നു. എന്നാൽ പ്രേംവീർ സിംഗിൻ്റെ വീടിന് മുന്നിൽ പതിവില്ലാത്ത ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായി വിരമിച്ച പ്രേംവീറും ഭാര്യ സന്തോഷ് സിംഗും താമസിക്കുന്ന ആ വീട്ടിൽ നിന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ല. ഉച്ചയായിട്ടും വാതിൽക്കൽ വെച്ച പാലും പാക്കറ്റും പത്രവും ആരും എടുത്തില്ല. അത് കണ്ടതോടെ അയൽക്കാർക്ക് ചിലർക്കെല്ലാം സംശയം തോന്നി. അവർ ബന്ധുക്കളെ വിവരമറിയിച്ചു. ബന്ധുക്കൾ ഓടിയെത്തി. പോലീസിൻ്റെ സഹായത്തോടെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച മീററ്റിനെ തന്നെ നടുക്കുന്നതായിരുന്നു. സ്വീകരണ മുറിയിൽ തല തകർന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പ്രേംവീർ സിംഗ്. അടുക്കളയിൽ അതിലും ദാരുണമായ അവസ്ഥയിൽ ഭാര്യ സന്തോഷ് സിംഗ്. അവരുടെ തലയ്ക്ക് മാത്രമല്ല പരിക്കേറ്റിരിക്കുന്നത്, കൈവിരലുകൾ അറുത്തു മാറ്റപ്പെട്ട നിലയിലായിരുന്നു. വീടിനുള്ളിൽ ബലപ്രയോഗം നടന്ന ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മുകളിലത്തെ നിലയിൽ ഇവരുടെ വളർത്തുനായ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്നത് അപരിചിതരല്ലെന്ന് പോലീസിന് ഉറപ്പായി. മോഷണ ശ്രമമായിരുന്നില്ല അതെന്ന് മൃതദേഹങ്ങളിൽ കണ്ട മുറിവുകളിലെ പക വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പോലീസിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ആ വീടിൻ്റെ ഉള്ളറകളിലെ കറുത്ത കഥകളിലേക്കാണ്. പ്രേംവീർ സിംഗ് സന്തോഷ് ദമ്പതികളുടെ മൂന്നാമത്തെ മകൾ പ്രിയ സിംഗ്. ആ പേര് അവിടെ മുഴങ്ങിക്കേട്ടപ്പോൾ പലരും ഞെട്ടിയില്ല. കാരണം പ്രിയ ജനിച്ച അന്ന് മുതൽ അവൾ ആ വീട്ടിലൊരു ഒറ്റപ്പെടലിൻ്റെ ആൾരൂപമായിരുന്നു. തൻ്റെ മകളല്ല ഇവൾ എന്ന കൊടിയ സംശയം പ്രേംവീർ സിംഗിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. DNA ടെസ്റ്റ് നടത്തിയ സത്യം ബോധ്യപ്പെടുത്തുന്നതിന് പകരം അയാൾ ആ കുഞ്ഞിനെ വെറുത്തു. അച്ഛൻ്റെ വെറുപ്പ് കണ്ടു വളർന്ന അമ്മയും പ്രിയയെ അകറ്റി നിർത്തി. മൂത്ത മകൾക്കും മകൻ ഗൗരവനും ലഭിച്ച സ്നേഹത്തിൻ്റെ ഒരംശം പോലും പ്രിയയ്ക്ക് ലഭിച്ചിരുന്നില്ല. ശാരീരികവും മാനസികവുമായി പീഡനങ്ങൾ മാത്രമായിരുന്നു അവളുടെ സമ്പാദ്യം. കൗമാരത്തിൽ സ്വന്തം സഹോദരൻ ഗൗരവ് സുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവരികയും ആ സുഹൃത്തുക്കൾ പ്രിയയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ പോലും ആ കുടുംബം അവളെയാണ് കുറ്റപ്പെടുത്തിയത്. മുറിയിൽ പൂട്ടിയിട്ടും മർദ്ദിച്ചും അവർ അവളെ തളർത്തി. 2005 മിസ് മീററ്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ പ്രിയയ്ക്ക് പുറം ലോകത്തേക്കുള്ള ഒരു വാതിൽ തുറന്നു കിട്ടി. എന്നാൽ മാതാപിതാക്കൾക്ക് അതൊരു നാണക്കേടായിരുന്നു. അവർ അവളെ ഡൽഹിയിലേക്ക് സൗത്ത് ഏരിയയിലുള്ള പോളിടെക്നിക് കോളേജിലേക്ക് അയച്ചു. അവിടെ വെച്ചാണ് പ്രിയയുടെ ജീവിതം മാറി മറയുന്നത്. ഹോസ്റ്റൽ മുറിയിൽ അവൾക്കൊരു കൂട്ടുകാരിയെ ലഭിച്ചു, അനുജ് കുമാരി. ഉത്തർപ്രദേശുകാരിയായ അനുജ് കുമാരിയുടെ ജീവിതവും സമാനമായിരുന്നു. അച്ഛൻ കൊല്ലപ്പെട്ട ശേഷം ബന്ധുക്കളാൽ വേട്ടയാടപ്പെട്ടവൾ. ഒരേ വേദന അനുഭവിക്കുന്നവർ പെട്ടെന്ന് തന്നെ അടുത്തു. അനുജ് പ്രിയയ്ക്ക് ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല, ഒരു സംരക്ഷക കൂടിയായി മാറി. പ്രിയ സങ്കടങ്ങൾ അനുജിൻ്റെ സങ്കടങ്ങളായി മാറി. പ്രിയയുടെ പഠനം പാതി വഴിയിൽ നിർത്താനും പണം നൽകാതിരിക്കാനും പ്രേംവീർ ശ്രമിച്ചപ്പോൾ അനുജയാണ് താങ്ങായി നിന്നത്. പ്രിയയെ തിരികെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താൻ അച്ഛൻ ശ്രമിച്ചപ്പോൾ ഇനി ആ നരകത്തിലേക്ക് ഇല്ലെന്ന് അവൾ തീരുമാനിച്ചു. പ്രിയയെ സഹായിക്കാൻ വേണ്ടി അനുജ് കുമാരി ഒരു വഴി കണ്ടെത്തി. തൻ്റെ കസിനായ അജേന്ദ്രുമായി അവളുടെ വിവാഹം നടത്തി. പക്ഷേ അത് വലിയൊരു ചതിക്കുഴിയായി മാറി. അജേന്ദ്രനും അയാളുടെ സുഹൃത്തും ചേർന്ന് പ്രിയയെ ശാരീരികമായി ഉപയോഗിക്കാൻ ശ്രമിച്ച ആ രാത്രി പ്രിയയുടെ ഉള്ളിലെ അവസാനത്തെ പ്രതീക്ഷയും കെട്ടുപോയി. ഒരു ഭർത്താവിൽ നിന്നുപോലും സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായതോടെ അവൾ ആ ബന്ധം ഉപേക്ഷിച്ചിറങ്ങി. ഇതിനിടയിൽ പ്രിയയ്ക്ക് ലഭിക്കേണ്ട സ്വത്തുക്കൾ മകൻ ഗൗരവിൻ്റെ പേരിലേക്ക് എഴുതി വയ്ക്കാൻ പ്രേംവീർ തീരുമാനിച്ചു. ഇത്രയും കാലം അനുഭവിച്ച പീഡനങ്ങൾക്കൊടുവിൽ സാമ്പത്തികമായി കൂടി തന്നെ വഴിയാധാരമാക്കുന്നു എന്നറിഞ്ഞപ്പോൾ പ്രിയയുടെ ഉള്ളിലെ പക ആളിക്കത്തി. കൂട്ടിന് അനുജ് കുമാരിയും ഉണ്ടായിരുന്നു. നവംബർ 10 പ്രിയയും അനുജും മീററ്റിലെ ആ വാടക വീട്ടിലേക്ക് എത്തി. മകൾ വന്നതുകൊണ്ട് നായ കുരച്ചില്ല. വാതിൽ അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു. വർഷങ്ങളായി ഉള്ളിൽ കിടന്ന പക മുഴുവൻ പുറത്തെടുത്ത നിമിഷങ്ങളായിരുന്നു പിന്നീട്. അച്ഛൻ്റെ തല അടിച്ചു തകർക്കുമ്പോൾ തന്നെ മകളായി അംഗീകരിക്കാത്തതിലുള്ള രോക്ഷമായിരുന്നു പ്രിയയ്ക്ക്. അമ്മയുടെ വിരലുകൾ അറുത്തുമാറ്റുമ്പോൾ ഒരിക്കൽ പോലും തന്നെ ചേർത്ത് പിടിക്കാതെ കൈകളോട് പകയായിരുന്നു. കൃത്യത്തിന് ശേഷം ആഭരണങ്ങളും പണവും സ്വത്തുക്കളും രേഖകളും പിന്നെ അമ്മയുടെ അറുത്ത മാറ്റിയ വിരലുകളും ഒരു ബാഗിലാക്കി അവർ ഇറങ്ങി. സംഭവ സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ഒരു വാടക വീട്ടിലായിരുന്നു പ്രിയയും അനുജും താമസിക്കുന്നത്. പോലീസ് അവിടെ എത്തിയപ്പോൾ അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. പോലീസ് ബാഗ് തുറന്നപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. ആഭരണങ്ങൾക്കും രേഖകൾക്കും പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ അമ്മയുടെ വിരലുകൾ. എന്തിനായിരുന്നു ആ വിരലുകൾ? വിരലടയാളം ഉപയോഗിച്ച് ബാങ്ക് ലോക്കർ തുറക്കാനായിരുന്നോ? അതോ വെറും പക മാത്രമായിരുന്നോ? ഉത്തരം പ്രിയയുടെ മുഖത്ത് തന്നെ മരവിച്ച് കിടപ്പുണ്ടായിരുന്നു.
കോടതി അവർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ജയിലഴിക്കുള്ളിൽ നിൽക്കുമ്പോഴും പ്രിയയ്ക്ക് കുറ്റബോധമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നെ ഒരു മൃഗമാക്കി മാറ്റിയത് എൻ്റെ മാതാപിതാക്കളാണ് എന്ന അവളുടെ വാക്കുകളിൽ ആ സമൂഹത്തിന് മുഴുവൻ പരാജയവും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. സ്നേഹം നിഷേധിക്കപ്പെട്ട, സ്വന്തം വീട്ടിൽ അന്യയായി ജീവിക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി ഇങ്ങനെ ക്രൂരമായി കൊലയാളിയായി മാറി എന്നതിൽ നേർസാക്ഷിയായിരുന്നു പ്രിയ സിംഗിൻ്റെ ജീവിതം.